ആപ്കി അദാലത്തിൽ രാമന്റെ കഥ പറയുന്ന മുരാരി ബാപ്പുവിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം ഇദ്ദേഹം ഡബിൾ സ്റ്റാൻഡ് എടുക്കുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ്. രാമന്റെ കഥ പറയുന്ന സമയത്ത് മുരാരി ബാപ്പു എല്ലാവരോടും പറയുന്നത് ഗംഗ പോലെ നമ്മുടെ മനസ്സ് നിർമ്മലമായിരിക്കണമെന്ന്, തെളിമയുള്ളതായിരിക്കണം, ശുദ്ധമായിരിക്കണം. ഗംഗയിൽ അഴുക്ക് നിക്ഷേപിക്കുന്നത് കുറ്റമാണ്, വലിയ പാപമാണ്. കാരണം ശിവൻ ഗംഗയെ തലയുടെ മുകളിൽ ചുമക്കുകയാണ്. പക്ഷേ ഈ നദിയുടെ തീരത്ത് കഥ നടക്കുന്ന സമയത്ത് ജനങ്ങൾ നദിയിലേക്ക് ചവറുകൾ നിക്ഷേപിക്കാറുണ്ട്. നോക്കൂ, എവിടെയാണോ തെറ്റൊക്കെ സംഭവിക്കുന്നത് അവിടെയുള്ള ജനങ്ങളുടെ അടുത്തും അവിടെയുള്ള എല്ലാവരുടെ അടുത്തും ഞാൻ പറയും മനഃപൂർവ്വമായിട്ട് ഒരിക്കലും നശിപ്പിക്കരുതെന്ന്. കാരണം ഗംഗ എൻ്റെ ഒരു ചിന്തയില് അകത്തുള്ളത് വളരെ നല്ലതാണ്. അത് ആരെക്കൊണ്ടും ഒന്നും ചെയ്യാൻ പറ്റില്ല, ശരിയല്ലേ? പക്ഷേ പുറത്ത് ആരെക്കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ മനഃപൂർവ്വമായിട്ട് എതിർപ്പ് പറഞ്ഞുകൊണ്ടേയിരിക്കത്തുള്ളൂ. ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലെന്ന്. ഇക്കാര്യത്തിൽ ഞാൻ എപ്പോഴും എതിർപ്പ് പറയും. താങ്കൾ എപ്പോഴും പറയാറുണ്ട് ജാതിഭേദങ്ങൾ പാടില്ല, ജാതിയെക്കുറിച്ച് ഒരിക്കലും സംസാരിക്കാൻ പാടില്ല. ചില സമയങ്ങളിൽ താങ്കൾ ഹരിജനങ്ങളെ വിളിക്കാറുണ്ട്, ചില സമയത്ത് ആദിവാസികളുടെ വീട്ടിൽ പോയി ആഹാരം കഴിക്കും. ഇത് ജാതീയമായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ? ശർവം കളവും ഇതോം ബ്രഹ്മ, ഇതൊക്കെ ഓപ്പണീശ്വരന്റെ സൂത്രമാണ്. പക്ഷെ തുളസി ഇത് ഹിന്ദിയിലോട്ട് മൊഴിമാറ്റം ചെയ്തത് ശ്രീരാമമയ സബ് ജഗ് ജാനി കരവും പ്രണാം ജോരി ജുഗ്. പിന്നെ ഏത് ഭക്ഷണമാണോ ഞാൻ കഴിക്കുന്നത്, ഏതാണോ ഞാൻ പാടുന്നത്, ആ രാമൻ തന്നെ സ്വയം പറഞ്ഞതാണിത്. ആ ശബരിയും പറഞ്ഞതാണ് ഞാനൊരു താഴ്ന്ന ജാതി എന്ന് പറഞ്ഞപ്പോൾ അപ്പൊ രാമൻ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ ജാതി മതം കുളം ഭേദം ഒന്നും വലുതല്ലെന്ന്. ഞാൻ ജാതിയോ മതമോ ഭേദമോ ഒന്നും നോക്കൂലെന്നാണ്. ഞാൻ അകത്തുള്ള നിങ്ങളുടെ പ്രാർത്ഥന മാത്രമേ നോക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരുടെ അടുത്തും ഒരുപോലെ തന്നെ ഇരിക്കുന്നത്. ഞാൻ എല്ലാവരുടെ അടുത്തും ഒരുപോലെ തന്നെയാണ്, ജാതിയും മതവും ഒന്നും നോക്കത്തില്ല, അങ്ങനെ തന്നെ ഞാൻ സംസാരിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ നോക്കിയാണ് അവരുടെ അടുത്ത് സംസാരിക്കുന്നത്, അത്രേ ഉള്ളൂ. ഇപ്പോഴൊക്കെ ഹനുമാന്റെ ജാതി പോലും എന്താണെന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നു. അതിനെന്ത് ചെയ്യാനാണ്? യോഗി ആദിത്യനാഥ് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ ഹനുമാൻ ഒരു ദളിതനായ വ്യക്തിയാണെന്ന്. നോക്കൂ, ഞാൻ ഈ യോഗി ആദിത്യനാഥിനെ വല്ലാണ്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം വലിയൊരു മനുഷ്യനാണ്. പക്ഷേ ഏതൊരു സന്ദർഭത്തിലാണോ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്, അത് ജനങ്ങൾ എങ്ങനെ എടുത്തു എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഹനുമാൻ ഇസ്ലാം മതത്തിനോടൊപ്പം ചേർന്നെന്ന് പറഞ്ഞു. അവരെന്താ പറയുന്നത് വെച്ചാൽ സുലൈമാൻ എന്ന പേര് ഹനുമാൻ ഞാൻ ഈ കാര്യം എപ്പോഴും സ്വീകരിക്കുവാണ്. അവര് ഹനുമാന്റെ ഫോട്ടോ വീട്ടിൽ വെച്ചോണ്ട് ഹനുമാന്റെ കാര്യങ്ങളൊക്കെ പഠിക്കണമെന്നുള്ളത്. ശരിക്കും ഹനുമാൻ റഹ്മാനായിട്ട് മാറിയേക്കും. ഇതാണ് ആഗ്രഹിക്കുന്നത്. ചില ആൾക്കാർ ഹനുമാനെ ജൈൻ എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് പേപ്പറുകളിലും ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇതുപോലെ ഹനുമാനെ എല്ലാവരും ഏറ്റെടുക്കണം. കാരണം വായു എല്ലാവരും ഏറ്റെടുത്തേ പറ്റുള്ളൂ. പവൻ ജീവനോടെ ഇരിക്കണമെങ്കിൽ പവനെ ഏറ്റെടുത്തല്ലേ പറ്റുള്ളൂ. പിന്നെ ഹനുമാൻ പവൻ പുത്രൻ. കാറ്റല്ല, ഹിന്ദുവല്ല, മുസ്ലിമല്ല, ക്ഷത്രിയനുമല്ല, പിന്നെ ബ്രാഹ്മണനുമല്ല. ഒരിക്കലും പവന് ജാതിയില്ല. 5 തത്വത്തിനും ഒരു ജാതിയും ഇല്ല. ജലം, വായു, കാറ്റ്, ആകാശം, തീ, ഇതൊന്നും ജാതിയുമില്ല, ഒരു മണ്ണുമില്ല. ആരേലും എന്തേലും പറഞ്ഞെന്ന് വെച്ചാൽ അതൊക്കെ അവര് പറയുന്നതാണ്, വേറെ ഒന്നുമല്ല. രാഷ്ട്രീയക്കാർ ചില സമയത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങൾ പറയും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ അതുൽ കുമാർ അഞ്ചാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, അതായത് ഹനുമാൻ ചുവന്ന നിറത്തിലുള്ള വ്യക്തിയാണ്, അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിക്കാരനാണെന്ന്. ചുവന്ന നിറമായതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആയോ അദ്ദേഹം? നോക്കൂ, രാഷ്ട്രത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സാമവേദ ദണ്ഡ്, സാമധാന ദണ്ഡവേദ ഈ രാഷ്ട്രീയ ലോകത്തിന്റെ വലിയൊരു സൂത്രം തന്നെയാണെന്നാ പറയേണ്ടത്. ഞാൻ രാജപീഠത്തെ ചേർന്നവനല്ല, വ്യാസപീഠത്തെ ചേർന്നവനാണ്. ഞങ്ങൾക്ക് സാമല്ല പ്രധാനം, സോമാണ് പ്രധാനം. സോം എന്ന് വെച്ചാൽ ചന്ദ്രൻ എന്നാണ് അർത്ഥം. ഞങ്ങളുടെ വ്യാസപീഠത്തില് ദണ്ഡത്തിന്റെ കാര്യമില്ല. ദണ്ഡത്തിനെ പുണ്യപ്രവൃത്തിയാക്കുന്നതാണ് ആവശ്യം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഋഷിയൊക്കെ ദണ്ഡക്കാടിനെയൊക്കെ പുണ്യപ്രവൃത്തിയാക്കിയില്ലേ? വ്യാസപീഠത്തില് ദാമിന് ഉണ്ടാവത്തില്ല. അവിടെ അവര് മടിയേന്തി നിൽക്കും, എല്ലാരെയും ഏറ്റെടുക്കും. വ്യാസപീഠത്തില് അവിടെ ഒരു ഭേദമുണ്ടാവില്ല, അവിടെ വേദമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് രാജപീഠം, വ്യാസപീഠം, അതിന്റെ 2 ചിന്തകളും വേറെയാണ്. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ആര് വേണേലും എന്ത് വേണമെങ്കിലും പറയും. ശരി, താങ്കളെ സംബന്ധിച്ച് ഹനുമാൻ ആരാണ്? ഹനുമാൻ തന്നെയാണ്, പവൻ പുത്രൻ. അപ്പോ ഹനുമാന് പ്രത്യേകിച്ചൊരു ജാതി ഇല്ല. ഒരുപക്ഷെ നിങ്ങൾ അദ്ദേഹത്തെ ഇതിനകത്തോട്ട് വിളിച്ചോണ്ട് വരണമെന്ന് വിചാരിച്ചാൽ, അന്ന് അദ്ദേഹം എത്രയോ പ്രാവശ്യം ബ്രാഹ്മണന്റെ വേഷം ഇട്ടിട്ടുണ്ട്. രാമന്റെ ഭക്തൻ ഹനുമാൻ ഒരു വിപ്രരൂപം കൊണ്ട ഒരാളാണ്. ബ്രാഹ്മണ വേഷം ഇട്ടു. തുളസിദാസ് ദി എന്താ പറയുന്നെന്ന് വെച്ചാൽ, അദ്ദേഹം വഴക്കിടുന്ന സമയത്ത് രാമന്റെ ദൂതൻ
രാജ്പുത് ക്ഷത്രിയൻ, അദ്ദേഹം നല്ല രീതിക്ക് വഴക്കിടും. അദ്ദേഹത്തിന്റെ അകത്തോട്ട് രാജപുത്ര വരും, രാജ്പുത്ത് പോലെ ഉണ്ടാവും. അദ്ദേഹമാണ് രാമനെ ഓരോ ജന്മത്തിനും കടമയാക്കി വെച്ചത്. ഇതുപോലെ ആരെ കൊണ്ടിരിക്കാൻ പറ്റുമെന്നൊന്ന് പറയ്. അദ്ദേഹം ഒരു വൈശ്യരാണ്. പിന്നെ അദ്ദേഹം സേവന്റെ രൂപത്തിലുള്ളപ്പോ ഒരു ദാസനാണ്. അതുകൊണ്ട് അദ്ദേഹം ഒന്നിലും തന്നെ ഇല്ല. എല്ലാം നിറഞ്ഞൊരു മനുഷ്യനാണ്, എല്ലാവർക്കും സ്വന്തമായിട്ടുള്ള. പക്ഷേ എവിടെയോ താങ്കൾ പറഞ്ഞിരുന്നു ഹനുമാൻ ഒരു വൈജ്ഞാനികനാണെന്ന്. തീർച്ചയായിട്ടും വിജ്ഞാനി, ഒരു പുണ്യ വിജ്ഞാനിയാണ് അദ്ദേഹം, നോ ഡൗട്ട്. കാരണം സീതേനെ തേടാനായിട്ടുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു രാമൻ. ഹനുമാന്റെ ബലശാലികളും ബുദ്ധിശാലികളും രാമന്റെ അടുത്തുണ്ടായിരുന്നു. പക്ഷേ രാമൻ ഹനുമാനെയാണ് തെരഞ്ഞെടുത്തത്. കാരണം ഒരു പുണ്യസ്ഥലത്തിനെ ഒരു വിജ്ഞാനിയെ കൊണ്ടേ തേടിയെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഹനുമാൻ ഒരു വിജ്ഞാനി. പിന്നെ വാൽമീകി ഒരു വിജ്ഞാനിയാണ്. അതുകൊണ്ട് സീതാദേവിയെ എവിടെയാണ് വെക്കേണ്ടതെന്ന് വാൽമീകിയാണ് തീരുമാനിച്ചത്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പുണ്യസ്ഥലത്തിനെ ഒരു വിജ്ഞാനിയെ കൊണ്ടാണ് കണ്ടെത്താൻ പറ്റുള്ളൂ. അതാണ് ഹനുമാൻ ഒരു വിജ്ഞാനിയാണ്. ഹനുമാനെ കുറിച്ച് വളരെ നന്നായിട്ട് താങ്കൾ പറഞ്ഞു. ഇതൊരു കോൺട്രവേഴ്സി ആകാതെ ഇതോടെ നിർത്താം നമുക്ക്. താങ്കളെ സംബന്ധിച്ച് ഹനുമാൻ എല്ലാവരുടെയും സ്വന്തമാണ്. തീർച്ചയായിട്ടും.